കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വർണ്ണഭമായ വ്യക്തിത്വങ്ങളിൽ ഒരാളായ പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേവലം ഒരു മത്സരമല്ല. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ പോരാട്ടമാണ്. തന്റെ തട്ടകമായ പൂഞ്ഞാറിൽ നിന്ന് അച്ഛനും തൊട്ടടുത്ത പാലായിൽ നിന്ന് മകൻ ഷോൺ ജോർജും ജനവിധി തേടുമ്പോൾ കോട്ടയത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പതിവിലും വിപരീതമായി ചൂടുപിടിച്ചിരിക്കുകയാണ്. ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു വശത്ത് രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ നടക്കുമ്പോൾ മറുവശത്ത് പി.സി. ജോർജ് തന്റെ വിജയാഘോഷത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ്. രാഷ്ട്രീയത്തിൽ ജയപരാജയങ്ങൾ പ്രവചനാതീതമാണെങ്കിലും പി.സി. ജോർജിന്റെ ആത്മവിശ്വാസം എക്കാലത്തും മലയോളം വലുതാണ്. വോട്ടെണ്ണൽ ദിവസം തന്റെ വിജയം ഉറപ്പാണെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം അണികൾക്കും സഹപ്രവർത്തകർക്കുമായി വമ്പൻ ആഘോഷങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ കൃത്യമായി ഏകോപിപ്പിച്ച് 209 ബൂത്തുകളിലെ കൺവീനർമാർ, ഏജന്റുമാർ എന്നിവർ ഉൾപ്പെടെ ഏകദേശം 418ഓളം പ്രവർത്തകർക്കായി പ്രത്യേക വിരുന്നാണ് അദ്ദേഹം ഒരുക്കുന്നത്. പഞ്ചായത്ത് ഭാരവാഹികൾക്കും ബി.ജെ.പി. നേതാക്കൾക്കും പുറമെ മാധ്യമ പ്രവർത്തകർക്കും ഈ വിരുന്നിലേക്ക് ക്ഷണമുണ്ട്. സാധാരണ രാഷ്ട്രീയ വിജയങ്ങളിൽ കാണുന്ന ലളിതമായ മധുര പലഹാര വിതരണമല്ല ഇവിടെ നടക്കുക. ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് മുന്തിയിനം ബിരിയാണിയും, അതല്ല തനിനാടൻ ഊണ് വേണമെന്നുള്ളവർക്ക് കോഴി ഇറച്ചിയും ചോറും അടക്കമുള്ള വിഭവങ്ങളും ഒരുക്കാനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന് നൽകുന്ന ഒരു സമ്മാനമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അച്ഛനും മകനും ഒരേ സമയം തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് അത്യപൂർവമായ കാഴ്ചയാണ്. പി.സി. ജോർജ് പൂഞ്ഞാറിൽ തന്റെ ജനപ്രീതി പരീക്ഷിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു പ്രമുഖ മണ്ഡലമായ പാലായിൽ മകൻ ഷോൺ ജോർജും ഭാഗ്യം പരീക്ഷിക്കുന്നു. ആദ്യഘട്ടത്തിൽ പി.സി. ജോർജ് ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്നായിരുന്നു സൂചനകൾ. മകൻ ഷോണിനെ പാലായിൽ മത്സരിപ്പിച്ച് അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കാനായിരുന്നു ജോർജിന്റെ ആദ്യ നീക്കം. പാലായിൽ ഷോൺ തന്റെ പ്രചാരണം നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ പൂഞ്ഞാറിൽ ജോർജിന് പകരക്കാരനായി മറ്റൊരാളെ കണ്ടെത്താൻ ബി.ജെ.പിക്ക് സാധിക്കാതെ വന്നതും തന്റെ തട്ടകം വിട്ടുകൊടുക്കാൻ ജോർജിനുള്ള വൈമുഖ്യവും രണ്ടുപേരെയും ഒരേ സമയം കളത്തിലിറക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചു. പി.സി. ജോർജിനെയും ഷോണിനെയും ഒരേ സമയം മത്സരിപ്പിക്കാനുള്ള ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ക്രൈസ്തവ സമുദായത്തെ ബി.ജെ.പിയുമായി അടുപ്പിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ഔട്ട്റീച്ച് പരിപാടികളുടെ ഭാഗമായ സ്ഥാനാർത്ഥിത്വങ്ങൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. മധ്യകേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ പി.സി. ജോർജിനെ പോലൊരു നേതാവിന് സാധിക്കുമെന്ന് ബി.ജെ.പി. കരുതുന്നു. എന്നാൽ പ്രചാരണത്തിന്റെ അവസാന നാളുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA ഭേദഗതി നിയമം ക്രൈസ്തവ സമുദായത്തിനിടയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചു. ഇത് തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന നേരിയ പേടിയും ജോർജിനും മകനും ഉണ്ടെങ്കിലും വ്യക്തിപരമായ ബന്ധങ്ങളും മണ്ഡലത്തിലെ സ്വാധീനവും അതിനെല്ലാം മറികടക്കാൻ സഹായിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഈ തിരഞ്ഞെടുപ്പ് ഫലം പി.സി. ജോർജിന്റെയും ഷോണിന്റെയും രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമായിരിക്കും. രണ്ടുപേരും ജയിക്കുകയാണെങ്കിൽ ബി.ജെ.പിയുടെ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ക്രൈസ്തവ മുഖമായി ഇവർ മാറും. നിയമസഭയിൽ ബി.ജെ.പിയുടെ ശബ്ദമാകാനും പാർട്ടിക്കുള്ളിലെ നൈരൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്താനും ഇവർക്ക് സാധിക്കും. അച്ഛനും മകനും MLA-മാരാകുന്ന അപൂർവ നേട്ടം ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്യും. തോൽവി സംഭവിക്കുകയാണെങ്കിൽ അത് ജോർജിന്റെ ബി.ജെ.പിയിലെ സ്ഥാനത്തെ ചോദ്യം ചെയ്തേക്കാം. എല്ലാ പാർട്ടികളുമായും സഹകരിച്ച് പ്രവർത്തിച്ച പരിചയമുള്ള ജോർജ് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി. വിടുമോ അതോ മറ്റ് രാഷ്ട്രീയ പരീക്ഷണങ്ങളിലേക്ക് നീങ്ങുമോ എന്നത് മധ്യകേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിലെ പ്രധാന വിഷയമാണ്. പൂഞ്ഞാറിലെ 218 ബൂത്തുകളിൽ 9 ഇടങ്ങളിൽ ഒഴികെ മറ്റെല്ലായിടത്തും ശക്തമായ സംവിധാനം ഒരുക്കാൻ ജോർജിന് കഴിഞ്ഞിട്ടുണ്ട്. 209 ബൂത്ത് കൺവീനർമാരും അവരുടെ കീഴിലുള്ള പ്രവർത്തകരും രാപ്പകലില്ലാത്ത അധ്വാനത്തിലാണ്. തന്റെ ഓരോ വോട്ടും എവിടെയാണെന്ന് കൃത്യമായി അറിയാവുന്ന നേതാവാണ് പി.സി. ജോർജ്. ആ കണക്കുകളിലുള്ള വിശ്വാസമാണ് വോട്ടെണ്ണലിന് മുൻപേ ബിരിയാണി ചെമ്പുകൾ ഒരുക്കാൻ അദ്ദേഹത്തിന് ധൈര്യം നൽകുന്നത്. തൃശൂർ പൂരം, വെടിക്കെട്ട് അപകടം, ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ വിഷയങ്ങൾ കേരളത്തിലാകെ ചർച്ചയാകുമ്പോഴും പി.സി. ജോർജ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മണ്ഡലത്തിലെ പ്രാദേശിക വികസനത്തിലും തന്റെ വ്യക്തിപരമായ ഇമേജിലുമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിക്കുന്നവർ പോലും അദ്ദേഹത്തിന്റെ ജനസമ്പർക്കത്തെ അംഗീകരിക്കുന്നു. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ് പൂഞ്ഞാറിലും പാലായിലും നടക്കുന്നത്. പി.സി. ജോർജിന്റെ ഗ്രാൻഡ് വിരുന്ന് ആഘോഷിക്കപ്പെടുമോ അതോ രാഷ്ട്രീയ വിശകലനങ്ങളിൽ വരാനിരിക്കുന്ന പരാജയഭീതിയാണോ ഇതെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അച്ഛനും മകനും വിജയിച്ചു കയറി നിയമസഭയിൽ എത്തുക എന്ന ലക്ഷ്യം നടപ്പിലായാൽ അത് ബി.ജെ.പിയുടെ കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഊർജ്ജമായിരിക്കും. നാളത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ പൂഞ്ഞാർ മണ്ഡലം വീണ്ടും വാർത്തകളിൽ നിറയുമെന്നതും ഉറപ്പാണ്. ജോർജിന്റെ ബിരിയാണി വിരുന്നിന്റെ മണം മണ്ഡലത്തിൽ പടരുമോ അതോ രാഷ്ട്രീയ കാറ്റ് മറ്റൊരിടത്തേക്ക് വീശുമോ എന്ന് കാത്തിരുന്ന് കാണാം. കേരള രാഷ്ട്രീയത്തിൽ ഈ അപൂർവ അച്ഛൻ മകൻ പോരാട്ടം ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും അത് വരും കാലത്തെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടും.